ഹായ് ഹലോ ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ തെക്കൻ പട്ടണമായ ലുഗാനോയിലെ മനോഹര തടാകമായ തിളങ്ങുന്ന ലുഗാനോ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയാണ്. ലുഗാനോ തടാകത്തിന് കുറുകെയുള്ള ഈ ആകർഷകമായ യാത്ര ആരംഭിക്കുമ്പോൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, ആകർഷകമായ നഗരങ്ങൾ, ശാന്തമായ ജലം എന്നിവയുടെ ഒരു ടേപ്പിസ്ട്രി പരിവേഷണം ചെയ്യാൻ തയ്യാറാകൂ. പാരഡീസോ, ക്യാമ്പിയോൺ ഡി ഇറ്റാലിയ, സ്വിസ് മിനിയേച്ചർ പാർക്കിനൊപ്പം മെലിഡ്, ബ്രൂസിനോ, ആർസിസിയോ എന്നിവിടങ്ങളിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. മോർക്കോട്ടിലെ മനോഹരമായ ഗ്രാമത്തിൽ ഈ യാത്ര അവസാനിക്കും. ലുഗാനോ തടാകത്തിൻ്റെ സൗന്ദര്യം നിങ്ങളുടെ കൺമുൻപിൽ തുറക്കട്ടെ. യാത്രയുടെ ടിക്കറ്റ് ചാർജ് ഒരു സൈഡിലേക്ക് സ്വിസ് ഫ്രാങ്ക് 27.6 രണ്ട് സൈഡിലേക്കായിട്ടുള്ളത് സ്വിസ് ഫ്രാങ്ക് 55.2 ഒരു സ്വിസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 96 അങ്ങനെയുണ്ട്. 100 രൂപ ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇൻറ്റു 2 പൂജ്യം കൂടെ, അപ്പം 2000 ഒരു സൈഡിലേക്ക് 2760, രണ്ട് സൈഡിലേക്ക് ഇട്ടാണ് 5520. പിന്നെ നമുക്ക് GA ട്രാവൽ കാർഡ്, സ്വിസ് ട്രാവൽ പാസ്, SBB ഡേ പാസ് ഉണ്ടെങ്കിൽ ഈ യാത്ര സൗജന്യമാണ്. നമുക്ക് ബോട്ടിന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഹാഫ് ഫെയർ കാർഡ് അല്ലെങ്കിൽ സ്വിസ് ഹാഫ് ഫെയർ കാർഡ് ഉണ്ടെങ്കിൽ ചാർജിന് ടിക്കറ്റ് പകുതി കൊടുത്താൽ മതി. ഞങ്ങൾക്ക് സ്വിസ് പാസ് ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകമായി ബോട്ടിങ്ങിന് ചാർജ് കൊടുക്കേണ്ടി വന്നില്ല. സ്വിസ് പാസ് ഓരോ ദിവസത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ദിവസം അൺലിമിറ്റഡ് ആയിട്ട് ട്രെയിൻ, ട്രാം, ബസ് കൂടാതെ ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇതുകൂടാതെ നമ്മൾ ഈ മലമുകളിലേക്ക് കയറുന്ന ഫർണിക്കുലാർ, പിന്നെ അവിടെയുള്ള അവിടെ കാണാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ഫീസുകൾ, പിന്നെ പല സ്ഥലങ്ങളിലുള്ള എൻട്രി ഫീസ്, അതിലൊക്കെ നമുക്കൊരു 30-35 അല്ലെങ്കിൽ അപ് ടു 40% ഡിസ്കൗണ്ടും കിട്ടും. ഒരു സൈഡിലേക്ക് ഏതാണ്ട് 1 മണിക്കൂറാണ് ഈ ബോട്ട് യാത്ര. നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ യാത്ര ആരംഭിക്കുന്ന നഗരത്തിൻ്റെ ഹൃദയമായ ലുഗാനോ സെൻട്രലിൽ നിന്നാണ്. അവിടെ ആധുനിക പാരമ്പര്യവുമായി ഒത്തുചേരുന്നു. തിരക്കേറിയ ഡോക്കിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ മനോഹരമായ കെട്ടിടങ്ങൾ, വാട്ടർ ഫ്രണ്ട്, പ്രൊമനേഡുകൾ, ഊർജ്ജസ്വലമായ അന്തരീക്ഷം എന്നിവയുള്ള ലുഗാനോയുടെ നഗര സൗന്ദര്യം ആസ്വദിക്കാൻ അല്പസമയം ചെലവഴിക്കാൻ ചുറ്റുപാടുള്ള പ്രകൃതി ദൃശ്യങ്ങളുമായി വ്യത്യസ്തമായി മനോഹരമായി ഉയരമുള്ള കെട്ടിടങ്ങളാൽ സ്കൈലൈൻ ഉണ്ട്. ഇവിടെ നഗരത്തിൻ്റെ മനോഹാരിത പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ പാർക്കുകളും തടാകത്തിലെ തിളങ്ങുന്ന വെള്ളവും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ യാത്രയുടെ ആദ്യപാദം പച്ചപ്പറിഞ്ഞു കുന്നുകളും ദൂരെയുള്ള സ്വിസ് ആൽപ്സ് പർവ്വതനിരകളും കൊണ്ട് നിർമ്മിച്ച തടാകത്തിൻ്റെ വിശാലമായ നീലജലത്തിൻ്റെ അതിശയകരമായ കാഴ്ച നൽകുന്നു. ലുഗാനോയുടെ വാട്ടർ ഫ്രണ്ട് സജീവമാണ്. കൂടാതെ നഗരത്തിൻ്റെ സമകാലികവും ക്ലാസിക്കൽ ശൈലിയുള്ള വാസ്തുവിദ്യാ മിശ്രിതം ശ്രദ്ധേയമായ ഒരു ദൃശ്യമതിപ്പ് സൃഷ്ടിക്കുന്നു. നമ്മൾ പാരഡീസോയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരുന്നു. ഇപ്പം നമ്മൾ എത്തിച്ചേർന്ന ആ ഒരു ബോട്ടിയെത്തി എന്ന് പറഞ്ഞാൽ പാരഡീസയാണ്. നമ്മൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ ശാന്തമായ തടാകതീര അന്തരീക്ഷത്തിനും ആഡംബര വസതികൾക്കും പേരുകേട്ട ഒരു ജില്ലയായ പാരഡീസോയിൽ എത്തിച്ചേരുന്നു. പാരഡീസോ എന്ന പേര് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഇവിടെ തടാകത്തിൻ്റെ മുൻവശം മനോഹരമായ വില്ലകളും മനോഹരമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത പൂന്തോട്ടങ്ങളും കൊണ്ട് നിരത്തിയിരിക്കുന്നു. ഇത് ഈ പ്രദേശത്തിൻ്റെ ഉയർന്ന ജീവിതശൈലിയിലേക്ക് ഒരു കാഴ്ച നൽകുന്നു. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിലാണ്, ഹോട്ടൽ ഡിസ്മ ആയിരുന്നു ഇന്നലെ താമസിച്ചത്. തടാക തീരത്ത് നിന്ന് സാവധാനത്തിൽ ഉയരമുള്ള പച്ചപ്പുള്ള കുന്നുകളുള്ള പാരഡീസോ അതിമനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. ജില്ലയിലെ ശാന്തമായ പ്രൊമനേഡുകളും നന്നായി പരിപാലിക്കുന്ന പാർക്കുകളും സന്ദർശകരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നയിക്കുന്നു. ലുഗാനോയുടെ നഗരത്തിരക്കിൽ നിന്ന് പാരഡീസോയുടെ കൂടുതൽ ശാന്തവും മനോഹരമായ ക്രമീകരണത്തിലേക്കുള്ള സുഗമമായ മാറ്റം ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ എത്തിച്ചേരുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് ക്യാമ്പിയോൺ ഡി ഇറ്റലിയിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ യാത്ര തുടരുമ്പോൾ ലുഗാനോ തടാകത്തിൻ്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഇറ്റാലിയൻ എൻക്ലേവായ ക്യാമ്പിയോൺ ഡി ഇറ്റാലിയനിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഒരു ഇറ്റാലിയൻ പട്ടണമാണെങ്കിലും ക്യാമ്പിയോൺ ഡി ഇറ്റലിയ പൂർണ്ണമായും സ്വിസ് പ്രദേശത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ഇറ്റാലിയൻ സ്വിസ് സ്വാധീനങ്ങളുടെ സവിശേഷമായ മിശ്രിതം സൃഷ്ടിക്കുന്നു. നമ്മൾ
ക്യാമ്പിയോണിനെ സമീപിക്കുമ്പോൾ ടെറക്കോട്ട മേൽക്കൂരകളും ആകർഷകമായ മുൻഭാഗങ്ങളുമുള്ള നഗരത്തിൻ്റെ കെട്ടിടങ്ങളിലെ വ്യതിരിക്തമായ ഇറ്റാലിയൻ വാസ്തുവിദ്യ നിങ്ങൾ കാണും. നമ്മൾ ഈ പറഞ്ഞ ക്യാമ്പിയോണിനെ സമീപിക്കാൻ പോവുകയാണ്. വാട്ടർ ഫ്രണ്ട് പ്രദേശം ഈന്തപ്പനകളും സ്റ്റൈലിഷ് കഫേകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇത് ദൃശ്യത്തിന് ഒരു മെഡിറ്ററേനിയൻ ഫ്ലെയർ ചേർക്കുന്നു. ക്യാമ്പിയോണിൻ്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അതിൻ്റെ ആകർഷകമായ ക്യാസിനോയാണ്. നമ്മളിപ്പോൾ ആ ക്യാസിനോ മുനിസിപ്പാലെ എന്നും പറഞ്ഞൊരു ബോർഡ് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ പുറകിൽ കാണുന്ന അത് ആ ക്യാസിനോയുടെ ഒരു ബോർഡാണത്. ഒരു ഫേമസ് ആയിട്ടുള്ള ക്യാസിനോയാണ് ഇവിടുത്തെ. ഇത് പട്ടണത്തിൻ്റെ കോസ്മോപൊളിറ്റൻ സ്വഭാവത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. നമ്മളിപ്പോഴത്തെ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ ചെറിയ ബോട്ടുകളൊക്കെ അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നടുക്ക് കാണുന്നതാണ് ബോട്ട് ജെട്ടിയുടെ നമ്മളൊരു ഗൂഗിളിൽ നോക്കിയാലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. പട്ടണത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും തടാകത്തിലെ തെളിഞ്ഞ നീലവെള്ളവും തമ്മിലുള്ള വ്യത്യാസം ആസ്വദിക്കൂ. നഗരത്തിൻ്റെ പ്രസന്നമായ നിറങ്ങളും ചടുലമായ അന്തരീക്ഷവും മുൻ സ്റ്റോപ്പുകളിൽ നിന്ന് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നൽകുന്നു. ഈ വീഡിയോ സ്കിപ്പാകെ കാണുക. ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ലാൻഡ്സ്കേപ്പ് വ്യത്യസ്തമാണ്. നമ്മൾ ഈ പറഞ്ഞ 4-5-6 സ്റ്റോപ്പുകളിലൂടെയാണ് ഓരോ സ്റ്റോപ്പുകളിലും നിർത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഇത് ഇപ്പം പറയുന്ന ഈ ലുഗാനോ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ തെക്കൻ പട്ടണമാണ്. അത് ഇറ്റലിയുടെ സൈഡിലാണ്. നമ്മളിപ്പം കണ്ട ഒരു സൈഡ് എന്ന് പറയുന്നത് അത് ഇറ്റാലിയൻ പ്രദേശമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളെല്ലാം ബാക്കി ഈ ഒരൊറ്റ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഇറ്റലിയിലുള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ സ്ഥലത്തൂടെയാണ് പോണത്. ഇപ്പം നമ്മൾ ഈ തടാകത്തിൻ്റെ കുറുകെ ഇപ്പം കാണുന്ന ആ ഒരു വഴി കാണുന്ന അതിൻ്റെ അടിവഴിയുള്ള ബ്രിഡ്ജിൻ്റെ അടിവഴിയാണ് നമ്മളിപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഈ നമ്മുടെ ബോട്ട് പോരുന്നത്. പട്ടണത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും തടാകത്തിൻ്റെ തെളിഞ്ഞ നീല വെളിച്ചവും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം നഗരത്തിൻ്റെ പ്രസന്നവുമായ നിറങ്ങളും ചടുലമായ അന്തരീക്ഷവും മുൻ സ്റ്റോപ്പുകളിൽ നിന്ന് മനോഹരമായ പ്രദേശം നൽകുന്നു. നമ്മളുടെ അടുത്ത സ്റ്റോപ്പ് സാംസ്കാരിക സിസ് മിനിയേച്ചർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഈ പാലത്തിനോട് അടുത്ത് തന്നെയാണ്. നമ്മൾ സാംസ്കാരികമായ ആകർഷണങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകെട്ട ഒരു വിചിത്ര നഗരമായ മെലിഡാണ്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളുടെ മിനിയേച്ചർ പകർപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു അതുല്യമായ ഓപ്പൺ എയർ മ്യൂസിയമാണ് സിസ് മിനിയേച്ചർ. ഇതൊരു പാർക്കാണ്. മെലിഡിൻ്റെ ഹൈലൈറ്റുകളിൽ ഒന്നാണിത്. നമ്മളിത് കണ്ടായിരുന്നു. ഇത് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഇത് നമ്മൾ കാണിക്കുന്നുണ്ട്. ബോട്ടിൽ നിന്ന് സ്വിസ് വാസ്തുവിദ്യയുടെയും പൈതൃകത്തിൻ്റെയും സാരാംശം ഉൾക്കൊള്ളുന്ന വിശദമായ മോഡലുകളുടെ ദൃശ്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. മധ്യകാല കോട്ടകൾ മുതൽ ആധുനിക അമ്പരചുംബികൾ വരെയുള്ള രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന വാസ്തുവിദ്യാ ശൈലികളുടെ ആകർഷകമായ അവലോകനം സിസ് മിനിയേച്ചർ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാം മനോഹരമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത ക്രമീകരണത്തിലാണ്. നമ്മൾ മെലിഡിനെ മറികടക്കുമ്പോൾ പട്ടണത്തിൻ്റെ മനോഹരമായ കായൽ തീരവും ചുറ്റുമുള്ള കുന്നുകളും കാണുക. ശാന്തമായ ചുറ്റുപാടും മിനിയേച്ചർ ലാൻഡ്മാർക്കുകളുടെ കാഴ്ചയും നമ്മുടെ യാത്രയ്ക്ക് കൂടുതൽ ആകർഷണീയത നൽകുന്നു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബ്രൂസിനോ ആർസിയോയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്തായി ലുഗാനോ തടാകത്തിൻ്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഗ്രാമമായ ബ്രൂസിനോ ആർസിസിയോയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. പ്രകൃതി സൗന്ദര്യത്തിനും സമാധാനപരമായ അന്തരീക്ഷത്തിനും പേരുകേട്ട ബ്രൂസിനോ ആർസിസിയോ
പ്രകൃതിയെ കേന്ദ്രീകരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഗ്രാമത്തെ രൂപപ്പെടുത്തുന്ന പച്ചപ്പും മൃദുവായ ചരിവുകളും നിരീക്ഷിക്കുക. ഇവിടുത്തെ തടാകക്കരയിൽ മനോഹരമായ വീടുകളും നന്നായി സൂക്ഷിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങളുമുണ്ട്. ഇത് ഗ്രാമത്തിൻ്റെ ആകർഷകത്വത്തിന് സംഭാവന ചെയ്യുന്നു. പ്രൂസിനോ ആർസിസിയോയിലെ ഫുനീവിയ അത് കേബിൾ കാറാണ്. തടാകത്തിൻ്റെയും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും വിശാല ദൃശ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇത് പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ വിലമതിക്കാൻ മികച്ച അവസരമൊരുക്കുന്നു. ശാന്തമായ വെള്ളവും ബ്രൂസിനോ ആർസിസിയോയുടെ മനോഹരമായ പശ്ചാത്തലവും നമ്മൾ യാത്ര തുടരുമ്പോൾ വിശ്രമത്തിനും പ്രതിഫലനത്തിനും അനുയോജ്യമായ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. നമ്മുടെ അവസാന ലക്ഷ്യം മോർക്കോട്ടാണ്. പലപ്പോഴും ലുഗാന തടാകത്തിൻ്റെ മുത്തെന്ന് വാഴ്ത്തപ്പെടുന്നു. ഇത് മനോഹരമായ തടാക തീരങ്ങൾ, മധ്യകാല വാസ്തുവിദ്യ, സമൃദ്ധമായ പൂന്തോട്ടങ്ങൾ എന്നിവയ്ക്ക് പേരുകെട്ടതാണ് ഈ മോഹിപ്പിക്കുന്ന ഗ്രാമം. അവിടെയാണ് നമ്മൾ ഈ യാത്ര അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ലിഗോനയിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിസ് മിനിയേച്ചർ കാണുകയായിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടി. നമ്മൾ മോർക്കോട്ടിലേക്ക് അടുക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ ഭംഗി കൂടുതൽ വ്യക്തമാകും. തടാകത്തിന് അഭിമുഖമായി കുന്നിൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന മോർക്കോട്ട് ഇടുങ്ങിയതും വളഞ്ഞതുമായ തെരുവുകൾ, ചരിത്രപരമായ കെട്ടിടങ്ങൾ, മനോഹരമായ കാഴ്ചകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഗ്രാമത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സാന്താ മരിയ ഡെൽ സാസോ ചർച്ച് ചരിത്രപരമായ പ്രാധാന്യവും അതിശയകരമായ കാഴ്ചകളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ശ്രദ്ധേയമായ നാഴികക്കല്ലാണ്. നമ്മൾ ഇത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നിരിപ്പിൽ തന്നെ ആ ഫ്രണ്ടിലെ അവിടെ തീരെ ആൾക്കാർ കുറവാണ്. നമ്മൾ ഈ ഷെയ്ഡുള്ള സ്ഥലത്താണ് കൂടുതലും ആൾക്കാർ ഇരുന്നത്. ഇടയ്ക്ക് ചെറിയ മഴ പെയ്തുകൊണ്ട്, ചെറിയ മഴ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ പെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ അകത്താണ് ഇരുന്നത്. അകത്തിരുന്നുകൊണ്ടാണ് വീഡിയോ പകർത്തിക്കൊണ്ടിരുന്നത്. മോർക്കോട്ടിലെ വാട്ടർ ഫ്രണ്ട് ആകർഷകമായ കഫേകളും റെസ്റ്റോറൻറ്റുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ശാന്തമായ ചുറ്റുപാടുകൾ ആസ്വദിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പച്ചപ്പും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന വാസ്തുവിദ്യയും ഗ്രാമത്തിൻ്റെ യക്ഷിക്കഥയുടെ അന്തരീക്ഷത്തിന് സംഭാവന നൽകുന്നു. ഇത് നമ്മുടെ മനോഹരമായ യാത്രയ്ക്ക് ഒരു മികച്ച സംഭാവനമായി മാറുന്നു. മോർക്കോട്ടിലെ മനോഹരമായ ഗ്രാമത്തിൽ നമ്മുടെ യാത്ര അവസാനിക്കുമ്പോൾ ലുഗാന തടാകത്തിൻ്റെ വൈവിധ്യവും മനോഹരവുമായ പ്രകൃതിദൃശ്യങ്ങൾ നമ്മൾ ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലുഗാന സെൻട്രലിലെ ഊർജ്ജസ്വലമായ നഗരദൃശ്യം മുതൽ മോർക്കോട്ടിൻ്റെ ശാന്ത സൗന്ദര്യം വരെ നിങ്ങളെ റൂട്ടിലെ ഓരോ സ്റ്റോപ്പും അതിൻ്റേതായ തനതായ മനോഹാരിതയും പ്രതിഭംഗിയും വാഗ്ദാനം ചെയ്തു. ഈ അവിസ്മരണീയമായ ബോട്ട് യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ ദിനവും ഈ മോഹിപ്പിക്കുന്ന തടാക യാത്രയുടെ സന്തോഷകരമായ ഓർമ്മകളും നേരുന്നു. ഇനി നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ സിസ് മിനിയേച്ചർ എന്നുള്ള അവിടുത്തെ സന്ദർശനമാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.